സിക്കിം മാത്രമല്ല ആന്ധ്രാപ്രദേശും ആ 10,000 കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ കൈ കാണിച്ചത് ഈ പ്രകാശൻ മാഷെ ഇങ്ങനെ നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്, മോശമാണ്. അവരുടെ ആവശ്യം ന്യായമാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിന് കൊടുക്കുന്ന 913 കോടി രൂപയാണ് നിശ്ചയിച്ചത്. അതിൽ 1058 കൂട്ടിക്കൊടുത്തു. ഇനിയും കൂട്ടണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടണം. ഈ സ്ത്രീകൾ സമരം ചെയ്താലൊന്നും സർക്കാർ വീഴില്ല. അങ്ങനെ തുമ്മിയാ തെറുക്കുന്ന മൂക്കാണോ നിങ്ങളെ മൂക്ക്? ഞാൻ ചോദിക്കട്ടെ, ഹരിയാനയിൽ കർഷകർ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്തില്ലേ, എന്തായി? അതൊന്നും നടക്കാത്ത കാര്യം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പേടിക്കൊടലന്മാരാവില്ല. കുറച്ച് സ്ത്രീകൾ സമരം ചെയ്താൽ വീഴുന്ന സർക്കാരാണെങ്കിൽ ആ സർക്കാർ അങ്ങ് പോകട്ടെ എന്ന്. എന്തിനു കെട്ടിപ്പിടിച്ചിരിക്കുക സർക്കാരിനെ? അതുകൊണ്ട് മനോഭാവം മാറ്റുക, നിലപാട് മാറ്റുക. ഞങ്ങളും തയ്യാറാണ് നിങ്ങളോടൊപ്പം ചേരാൻ. നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തോടും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് രണ്ട് കൂട്ടരും പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കട്ടെ. ഭാവിയിൽ ഇവർക്ക് നല്ലൊരു തുക കിട്ടട്ടെ, പെൻഷൻ കിട്ടട്ടെ, റിട്ടയർമെൻറ്റ് ആനുകൂല്യം കിട്ടട്ടെ, ഈ പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെയാണ് രാഷ്ട്രീയക്കാരായ നമ്മൾ ചിന്തിക്കേണ്ടത്.